ഹലോ മൈ ഡിയർ ഓൾ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഓണമൊക്കെ വരികയല്ലേ അല്ലേ? അപ്പം എനിക്കിന്ന് മാർക്കറ്റിൽ പോയപ്പോൾ ഇത്രയും കറിവേപ്പില കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വെച്ചുകൊണ്ട് ഒരു സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്നുണ്ട്. ഇതാ ഈ ചട്നിയാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞുതരാം ഞാൻ നിങ്ങൾക്ക്. ചട്നിപ്പൊടി ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ലേശം നല്ലെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ഒരു ബൗള് കുത്തി നിറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അതിൻ്റെ അകത്തിട്ട് ഒന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കണം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മൊരിയും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എണ്ണ ഇട്ട് കൊടുത്ത് വേഗത്തിൽ മൊരിയാനായിട്ട്. എങ്ങനെയാ വെച്ചാൽ കറിവേപ്പിലയ്ക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. നമ്മൾ പച്ചക്കറി വാങ്ങിയാൽ കുറച്ച് കറിവേപ്പില വേണം പറഞ്ഞാൽ കറിവേപ്പില ഇട്ട് തരും. അപ്പം ഞാൻ ഇടയ്ക്ക് കുറച്ച് അധികം കറിവേപ്പില വേണം പറയും, അപ്പോൾ അവർ കുറച്ച് അധികം കറിവേപ്പില ഇട്ട് തരും. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പോയപ്പോൾ ആ കുട്ടി കുറേ കറിവേപ്പില തന്നിട്ട് ഇനിയും വേണോ ചോദിച്ചു. അപ്പം ഞാൻ എത്ര മതിയെന്ന് പറഞ്ഞാൽ അത്ര എടുത്തുകൊണ്ട് വന്നു. അതിനെ അധികമാണ്. ഇതിനെ ഞാൻ ഒന്നും വേസ്റ്റാക്കി കളയില്ല. ഇടയ്ക്കിടയ്ക്കേ ഞാൻ കറിവേപ്പില വാങ്ങുള്ളൂ അവരെ കയ്യിൽ നിന്ന്. കാരണം നമ്മൾ കൊണ്ടുവന്ന ഒന്നും വേസ്റ്റാക്കി കളയാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ ഊരി കഴുകി ഉണക്കി അതെല്ലാം വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഫ്രീസറിൻ്റെ അകത്തേക്ക് കയറ്റി വെക്കും. ചിലപ്പോൾ എനിക്ക് 1 മാസം 1.5 മാസത്തിനൊക്കെ അത് ധാരാളം മതിയാവും. അപ്പോൾ അങ്ങനെ കുറേ വയ്ക്കാം. ബാക്കിയുള്ളത് കൊണ്ട് ഒരു ചട്നി പൗഡറും കൂടി ഉണ്ടാക്കി കാണിച്ചു തരാം നിങ്ങൾക്ക് വിചാരിച്ചിട്ട് അത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറിവേപ്പില നന്നായിട്ട് മൊരിഞ്ഞ് വരാറാവുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂട്ടിയിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. അതിനെയും കൂടി എടുത്തിട്ട് അതിലിട്ടു. അപ്പോൾ അതിൻ്റെ ഒരു വാസന ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരികയും ചെയ്യും കറിവേപ്പിലയുടെ കൂടെ തന്നെ. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് അങ്ങനെ ഇട്ട് നമുക്ക് മുറിച്ചെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് ഈ കറിവേപ്പില. പക്ഷെ നമ്മളൊക്കെ എന്താ ചെയ്യുക, കറിയിൽ 4 കറിവേപ്പില ഇടും, കറി കഴിക്കുമ്പോൾ അതിനെ എടുത്തെടുത്ത് പുറത്ത് കളയുകയും ചെയ്യും. അപ്പോൾ ഈ കറിവേപ്പില എങ്ങനെ നമ്മുടെ അകത്തേക്ക് പോവും? അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഒരു സ്പൂണ് എന്തെങ്കിലും ആഹാരം കഴിക്കണതിൻ്റെ കൂടെ അങ്ങ് ഇട്ട് കഴിക്കുമ്പോൾ ഇല്ലേ, ചോറിൻ്റെ കൂടെ കഴിക്കുക, ചപ്പാത്തിയുടെ കൂടെ കഴിക്കുക, അതുപോലെ ഇഡ്ഡലിയോ ദോശയോ അല്ല ഉപ്പുമാവോ എന്താ കഴിക്കണ വെച്ചാൽ അതിൻ്റെ കൂടെ ഒരു സ്പൂണും കൂടി ഇട്ട് നോക്കി കഴിക്കൂ. എന്ത് ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ വളരെ ഹെൽത്തി ആയതുകൊണ്ട് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണവും കിട്ടും. ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യും പറയുന്നുണ്ട്. തലമുടി വളരാൻ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉപകാരങ്ങൾ ഉണ്ടെന്ന് ആൾക്കാർ പറയുമ്പോൾ അത് നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഉപയോഗിച്ച് നോക്കിയാലല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണം എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും. ഇതിലിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ എന്തൊക്കെ കിട്ടിയോ അതൊക്കെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഒന്നും ചേർക്കണം എന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കാം. ഇതിപ്പോൾ 5-6 ചുവന്ന മുളക് അതും ചൂടാക്കി എടുക്കണുണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ ഒരു 2 സ്പൂണ് നിലക്കടല ഇട്ടിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നിലക്കടല ആയി കഴിയുന്ന സമയത്ത് അതെടുത്ത് മാറ്റിയിട്ട് വേണം മറ്റുള്ള സാധനങ്ങൾ ഇടാൻ. കാരണം നിലക്കടല പിന്നെ അത് കരിഞ്ഞു പോയാൽ അതിൻ്റെ ഒരു ചീത്ത മണം വരും. ഇപ്പം നിലക്കടല എടുത്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കടലപ്പഴുപ്പും അതും 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഉഴുന്ന് പരിപ്പും പിന്നെ ഒരു 1/4 സ്പൂണ് കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് റെഡിഷ് കളർ ആവുന്ന വരയ്ക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അതിൻ്റെ കൂടെ കുറച്ച് ഡ്രൈ കോക്കനട്ട് പൗഡർ ഉണ്ടായിരുന്നു. അതും ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അതങ്ങനെ വേണമെന്നൊന്നുമില്ല. നമ്മൾ നാളികേരം നന്നായിട്ട് ബ്രൗൺ ആക്കി എടുത്താലും മതി. അതൊന്നും ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, തേങ്ങയും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇതിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരേ ഒരു സാധനം കറിവേപ്പില മാത്രമാണ് കേട്ടോ. കറിവേപ്പില ഒരിക്കലും ഒഴിവാക്കരുത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കുറവോ കൂടുതലോ എത്ര വേണമെങ്കിലും ചേർക്കാം. നമ്മളുടെ ഇഷ്ടം പോലെ ചേർക്കുക. ഉള്ളത് ചേർക്കുക, ഇല്ലാത്തത് വേണ്ട വയ്ക്കുക. പിന്നെ കുറച്ച് പുളിക്ക് ഞാൻ മാംഗോ പൗഡറാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ, ആംചൂർ പൗഡർ. അതിന് പകരം നമുക്ക് ഒരു ലേശം പുളി ഒഴിക്കാൻ പാടില്ല, നനവ് പാടില്ല കേട്ടോ.
പുളി കഷ്ണങ്ങൾ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് അതും കൂടിയിട്ട് ചേർത്തിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി. ഒക്കെ നമ്മുടെ ഇഷ്ടം. കറിവേപ്പില മാത്രം എൻ്റെ ഇഷ്ടം കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുത്ത് ഉണ്ടാക്കാം. അപ്പോൾ ചട്നിപ്പൊടി നോക്കൂ, സൂപ്പർ അല്ലേ എന്ന്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തരണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിനി ഇതിന് ഉപ്പും ഒരു സ്പൂണ് ശർക്കരയും കൂടി ചേർക്കണം കേട്ടോ. ശർക്കര പൊടി ചേർത്താലേ അതിൻ്റെ പുളിയെല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടുള്ളൂ.